ബി.പി. അങ്ങാടി നേർച്ച കാണാൻ കുടുംബങ്ങൾ വീട് പൂട്ടിപ്പോയ വേളയിൽ ബി.പി. അങ്ങാടിക്കടുത്ത കാരയിൽ പ്രദേശത്ത് വ്യാപക കവർച്ച. ഒരു വീട്ടിൽ നിന്ന് 7.5 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും സമീപത്തെ 2 വീടുകളിൽ നിന്ന് പണവും കൊള്ളയടിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ കാരയിൽ നമ്പംകുന്നത്ത് ഉസ്മാൻ, ചെറിയേരി പീടിയേക്കൽ സഹീർ, ഇവരുടെ സഹോദരൻ മനാഫ് എന്നിവരുടെ വീടുകളിലാണ് ഒരേ സമയം കവർച്ച നടന്നിരിക്കുന്നത്. നേർച്ച കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് നടക്കുന്ന കാഴ്ചകൾ കണ്ടതെന്ന് സഹീർ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. എന്റെ വീടടക്കം എന്റെ അപ്പുറത്തുള്ള ജ്യേഷ്ഠന്റെ വീട്, ജ്യേഷ്ഠന്റെ അയൽവാസിയാകുമ്പോൾ 3 വീട്ടിലാണ് ഉണ്ടായത്. എന്റെ വീട്ടിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജ്യേഷ്ഠന്റെ വീട്ടിൽ നിന്നും കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ അയൽവാസി വീട്ടിൽ നിന്ന് സ്വർണവും കാശും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കവർച്ച നടന്നിട്ടുള്ള രീതി? വീട് കുതി തുറന്നിട്ടാണ് കവർച്ച നടന്നിട്ടുള്ളത്. പൂട്ട് വിളിച്ചിട്ടുണ്ട്, വീടിന്റെ ഉള്ളൊക്കെ മൊത്തം പരിശോധിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ദിവസമൊക്കെ പോണത് എന്റെ ജ്യേഷ്ഠന്റെ വീട്ടുകാർ ഒരു 10-11 മണിക്ക് പോയിട്ടുണ്ട്. മറ്റൊരു പുലർച്ചെയാണ് പോണത്, 4:45-5 മണിയാകുമ്പോഴാണ് പോണത്. തിരിച്ചെത്തുന്ന എല്ലാവരും ഒരുമിച്ചാണ് വരുന്നത്. അറിഞ്ഞത് ഞാനും എന്റെ വൈഫാണ്. ആദ്യം ഞങ്ങളെ വീടാണ് ഫസ്റ്റ് തുറക്കുന്നത്, ഞങ്ങളെ വീടാണ് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഞങ്ങളെ വീടാണ് ആദ്യം തുറക്കുന്നത്. അപ്പോൾ ഞങ്ങളെ വീട് ആദ്യം തുറന്നു. അപ്പോൾ തുറന്നപ്പോൾ എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ പൂട്ടി പോയ മാതിരി അല്ലത് കിടക്കുന്നത്. അപ്പോൾ കള്ളം കയറിയിരിക്കുന്നു മനസ്സിലായി. അപ്പോൾ പോയി നോക്കിയപ്പോൾ അലമാറൊക്കെ ആകെ വാതി കയറിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ജ്യേഷ്ഠന്റെ വീട്ടിൽ പോയപ്പോൾ ജ്യേഷ്ഠന്റെ വീട്ടിലും അതേ അവസ്ഥയാണ്. ഒരു ഫ്രണ്ടിലൂടെയാണ് തുറന്നത്, ബാക്കിൽ കൂടിയാണ് കള്ളം വന്നിട്ടുള്ളത്. ഈ വീടും അതേമാതിരി തന്നെ ചാവി വെച്ചോടുന്നെടുത്ത് തുറന്നപ്പോഴാണ് കള്ളം കയറിയതായിട്ട് അറിയുന്നത്. ഉസ്മാന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം കവർന്നത്. ഭാര്യ സാഹിറയുടെ മഹർ ചെയിനും മക്കളുടെ ആഭരണങ്ങളും ഉൾപ്പെടെ 7.5 ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങൾ നഷ്ടമായി. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ വഴിയാണ് അകത്ത് കടന്നിട്ടുള്ളത്. 2 കിടപ്പുമുറികളിലെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. ബാഗിലുണ്ടായിരുന്ന ATM കാർഡ്, മൊബൈൽ ഫോൺ, സിം കാർഡ് തുടങ്ങിയവയും നഷ്ടമായി. ഇവരുടെ വീടിന് പുറകിലെ വാതിലിന് സമീപം ചെറിയ ഇരുമ്പ് കമ്പി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവസ്ഥലത്ത് മലപ്പുറത്ത് നിന്നെത്തിയ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. എല്ലാ വീടുകളിലും മുൻഭാഗത്തെ വാതിൽ വഴിയാണ് അകത്ത് കടന്നിട്ടുള്ളത്. മുറികളിലെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. സഹീറിന്റെയും മനാഫിന്റെയും വീടുകളിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവ മോഷ്ടാവിന്റെ കണ്ണിൽ പെടാതിരുന്നതിനാൽ നഷ്ടമായില്ല. 2ഇടത്തു നിന്നും പണം കവർന്നിട്ടുണ്ട്. പ്രദേശത്തെ കുടുംബങ്ങളെല്ലാം പല സമയത്താണ് നേർച്ചയുടെ സമാപന പരിപാടികൾ കാണാൻ പോയത്. നേർച്ച കഴിഞ്ഞ് ഭാര്യയെയും മക്കളെയും കൂട്ടി മടങ്ങാനായി പുലർച്ചെ 4:30യോടെ സഹീർ വീട്ടിലെത്തി ഓട്ടോറിക്ഷ എടുത്തിരുന്നു. അപ്പോൾ വീട്ടിലെ ലൈറ്റുകൾ അണച്ച നിലയിലും ഓട്ടോയിൽ വിരിച്ചിരുന്ന ഷീറ്റ് എടുത്തുമാറ്റിയ നിലയിലുമായിരുന്നു. എന്നാൽ പന്തികേടൊന്നും തോന്നാതിരുന്നതിനാൽ സഹീർ പരിശോധിക്കാൻ നിൽക്കാതെ വാഹനവുമായി പോയി. ഡ്രസ്സുകളൊക്കെ ഫുള്ള് വാരി വലിച്ചിട്ടുണ്ട്. എന്താ പറയാ, എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ 2 അലമാറുണ്ട്, അലമാര 2ഉം കുത്തി തുറന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ വീട്ടില് അതേമാതിരി ഒന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. മൊത്തത്തില് പൂട്ടിയിട്ട് എന്താ പറയാ, അലമാര തുറന്ന് ലോക്കർ തുറന്നിട്ട് സാധനം എടുത്തിട്ട് അതേമാതിരി പൂട്ടിയിട്ട് ചാവിയിട്ട് പോയി ചെയ്തിട്ടുണ്ട്. ആകെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കമ്പി ഉപേക്ഷിച്ചതായി കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് എടുത്തൊരു ബ്ലൂടൂത്ത് സ്പീക്കർ അപ്പുറത്തെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഞാൻ
എന്താ പറയുക വന്നു 4:30 വന്നു. 4:30 വന്നൊരു എന്താ പറയുക അവിടെ കമ്പം കത്തിക്കുന്നതിന് മുന്നേ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് പോയി കുട്ടികളെ വൈഫിനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി അവർ നടന്ന് വരണ്ടല്ലോ വെച്ചിട്ട്. പക്ഷെ അപ്പോൾ ഞാൻ എൻ്റെ വീട് ശ്രദ്ധിച്ചില്ല. ആ വീട്ടിൽ ലൈറ്റ് ഒക്കെ അടിച്ച് പോയതായിരുന്നു. ലൈറ്റൊക്കെ ഇട്ടച്ച് പോയ വീടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോഴും ലൈറ്റ് കത്തുന്നില്ല. എന്നിട്ടും എനിക്ക് നോക്കാൻ തോന്നിയില്ല എൻ്റെ വീട്. അപകടം മണത്തില്ല. സാധാരണ ചാവി അങ്ങനെ അവിടെ വെച്ചിട്ടാണ് പോക്ക്. ചാവി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം കുടിക്കാനെന്നുണ്ടെങ്കിൽ നിലക്ക് തുറക്കാൻ തോന്നിയിരുന്നു. പക്ഷെ വൈഫിനെ വിളിച്ചപ്പോൾ ചാവി അവിടെ ഇല്ല എന്ന് പറഞ്ഞ് തുറക്കാനും തോന്നിയില്ല. ഡിസൈനിങ് ഈസി ഉണ്ട്. ഒന്നും ഇല്ല. ഒന്നും റോട്ടുമൊക്കെ ആരും CCTV ഇല്ല. അവരെ വീട് പരിസരങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് CCTVയിൽ ലൈറ്റ് മാത്രമേ കാണുള്ളൂ. ആൾരൂപങ്ങളൊന്നും കാണുന്നില്ല. വർഷങ്ങളായി നാട്ടുകാർ നേർച്ചയുടെ സമാപന ദിവസം രാത്രി വീട് പൂട്ടിപ്പോകുന്നതും സമാപന ചടങ്ങുകൾ കണ്ട് മടങ്ങിയെത്തുന്നതും പതിവാണ്. പ്രദേശത്തെ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ സതീഷ് കുമാറിന്റെ വീട്ടിലും കള്ളനെത്തിയിട്ടുണ്ട്. ഇവരുടെ വീടിന് പുറത്തെ അയൽ പൊട്ടി കയറെടുത്തിട്ടുണ്ട്. രാത്രി അയയിൽ വിരിച്ചിരുന്ന വസ്ത്രങ്ങൾ രാവിലെ താഴെ വീണ് കിടക്കുന്ന നിലയിലായിരുന്നുവെന്ന് വീട്ടമ്മയും റിട്ടയേർഡ് രജിസ്ട്രാറുമായ അജിത എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. വീടിന് പുറകിലെ മോട്ടോർ കൂടെ എടുത്ത് മാറ്റുകയും ചെയ്തിരുന്നതായും അജിത അറിയിച്ചു. ഉസ്മാന്റെ വീട്ടിൽ നിന്ന് മണം പിടിച്ച പോലീസ് നായ ഇവരുടെ വീടിന് ചുറ്റും ഓടിയ ശേഷമാണ് പുറത്തേക്ക് പോയത്. തിരൂർ CIP വിഷ്ണു, SIമാരായ അനീഷ്, ക്ലീറ്റസ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. വിരലടയാള ടെസ്റ്റർ ഇൻസ്പെക്ടർ വിവേകാനന്ദൻ, പോലീസ് ഫോട്ടോഗ്രാഫർ അനൂപ് എന്നിവർ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. എഡിറ്റർ ലൈവ്, തിരൂർ. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031.